ഇന്ന് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന വലിയൊരു അപകടാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്താലോ? അത് സങ്കടമാണ്. നമ്മളെ വിചാരം എന്താണ്? നമ്മളിങ്ങനെ ഗ്രീഫ് ആയി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം, ഇത് നമ്മളെ മനസ്സിനെ ബാധിക്കുന്നൊരു പ്രശ്നമാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ശരീരത്തെയും ശക്തമായിട്ട് ബാധിക്കുന്നൊരു പ്രശ്നമാണ്. എപ്പോഴാണ് നമുക്കൊരു സങ്കടം ഉണ്ടാവുന്നത്? നമുക്ക് ജീവിതത്തിലുണ്ടാവുന്ന ഒരു നഷ്ടത്തോട് നമ്മുടെ മാനസികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതികരണമാണിത്. പ്രത്യേകിച്ച് നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോൾ. പക്ഷേ ഈ മാനസിക വേദന ഈ ഒരു മാനസിക വേദന നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും പല ബയോളജിക്കൽ സ്ട്രെസ്സുകൾ കൂടി ഉണ്ടാക്കും എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ മുഴുവനായിട്ടും എഫക്റ്റ് ചെയ്യുന്ന ബയോളജിക്കൽ സ്ട്രെസ്. ഇപ്പം നമ്മൾ വളരെ ദുഃഖിച്ചിരിക്കുമ്പം, നമ്മളിങ്ങനെ ഈ ഒരു ഗ്രീഫ് പൊസിഷനിലിരിക്കുമ്പം, മറ്റൊരാളുടെ നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പം നമ്മുടെ ബോഡി ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിലേക്ക് പോകുന്നുള്ളതാണ്. ഒന്നുകിൽ അടിച്ച് നിരപ്പാക്കുക, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്നുള്ളൊരു മോഡിലേക്ക് പോകുന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന സമ്മർദ്ദത്തിൻ്റെ ഹോർമോൺ ഒരുപാട് അങ്ങോട്ട് ഉയരും. എന്തോ വലിയൊരു അപകടത്തെ നേരിടാൻ വേണ്ടിയിട്ട് സജ്ജമായി നിൽക്കുന്നത് പോലെ. ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് വലിയ ബോംബും മറ്റേതൊക്കെ പൊട്ടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ പ്രത്യേകിച്ച് അപകടമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത്രയും ശക്തമായിട്ട് ഈ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങോട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് ഒരുപാട് അപകടാവസ്ഥകളുണ്ടാവും. ഇപ്പോൾ ഒരാൾ സങ്കടപ്പെട്ടിരിക്കുമ്പം അവിടെ ശരീരത്തിൽ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കും. എന്തൊക്കെയാണ്? വളരെ ക്ഷീണിച്ചിരിക്കുന്നത് കാണാം. അവർക്ക് ഒന്നിനും ചെയ്യാനുള്ള ഊർജ്ജം ഉണ്ടാവില്ല. ഒരുപാട് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഭക്ഷണത്തിൻ്റെ രുചി അനുഭവിക്കാത്ത അവസ്ഥ ഉണ്ടാവാം. തലവേദന അനുഭവപ്പെടാം. മൈഗ്രെയിൻ അനുഭവപ്പെടാം. ബ്രെയിൻ ഫോഗ്, മനസ്സിൽ ഒരു മൂടൽ മഞ്ഞ് രൂപപ്പെടുന്ന പോലത്തെ ഒരു ക്ലാരിറ്റി കിട്ടാത്തൊരവസ്ഥ. ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ. ചെസ്റ്റിൽ ഒരു ഭാരം ഫീൽ ചെയ്യുന്നൊരവസ്ഥ. ശാരീരിക വേദന തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഒരാൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ എന്തൊക്കെ റിസ്ക്കുകളാണ്? നമ്മളെ ഹൃദയത്തിന് എന്ത് റിസ്ക്കാണ്? നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ അത് നമ്മുടെ ഹൃദയത്തെ വളരെ ഗുരുതരമായിട്ടാണ് ബാധിക്കുക. ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും. ഇതുണ്ടായിട്ട് ഒരു 30 ദിവസത്തിനുള്ളിൽ ഹൃദയാഘാതം, പക്ഷാഘാതം വരാനൊക്കെയുള്ള സാധ്യത ഒരുപാട് കൂടുന്നതാണ്. പിന്നെ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ എന്താണെന്ന് അറിയാം? സങ്കടപ്പെട്ടിരിക്കുമ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ കുറക്കും എന്നുള്ളതാണ്. ആ ഒരു ഘട്ടം നമ്മുടെ പ്രതിരോധ സംവിധാനം കുറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് മറ്റ് രോഗങ്ങളോട് പ്രതിരോധിക്കാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി കുറഞ്ഞു പോകും. ശരീരത്തിൽ ഇങ്ങനെ നീർവീക്കം വന്നിട്ട്, ഇൻഫ്ലമേഷൻ വന്നിട്ട് അതിൻ്റേതായ അപകട സാധ്യതകളും അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുപാട് രോഗങ്ങൾ വന്നാൽ മാറുകയില്ല. ഒരുപാട് രോഗങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്താണ്? നമ്മൾ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളാണ്. നമ്മുടെ ഓർമ്മകളിലൂടെ ഒരുപാട് സ്റ്റോറീസ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് ഉത്കണ്ഠകൾ, പിന്നെ ചില വേദനകൾ, ഇതൊക്കെ നമ്മൾ ഉറക്കത്തിന് മുമ്പ് തടസ്സമായി നിൽക്കും. അപ്പോൾ ഈ ഉറക്കം കുറയുന്നത് നമ്മുടെ ശരീരത്തിലെ മറ്റ് ലക്ഷണങ്ങളെ കൂട്ടുകയും ചെയ്യും. ചിലപ്പോൾ ഉറക്കം കൂടുതലും കണ്ടുവരാം ചിലവർക്ക്. അതും അപകടം ഉണ്ടാക്കും. ഒരു ദുഃഖത്തിലാവുന്ന, ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളിലും ഈ ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചില ആൾക്കാർക്ക് ചില വയറുവേദനയുടെ പ്രശ്നങ്ങളായിരിക്കും, ചിലർക്ക് ചെസ്റ്റിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം, ചിലർക്ക് ചില മസിൽ വേദനകളായിട്ടായിരിക്കാം ഉണ്ടാവുക, ചിലർക്ക് നിത്യമായി നിലനിൽക്കുന്ന എന്തെങ്കിലും വേദനകളായിട്ടായിരിക്കാം. ഓരോ ബോഡിയും ഇതിനോട് പ്രതികരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും. ഇത്തരം പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഏതൊരു ഘട്ടത്തിലാണ് ഡോക്ടറെ കണ്ടത്? ഇതുകൊണ്ടുണ്ടാവുന്ന ഭൗതിക ലക്ഷണങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ തുടരുകയാണ്. ഗൗരവകരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണോ? പിന്നെ അത് ഡിപ്രഷൻ ആയി മാറുകയാണോ? അവർക്ക് ചെയ്യേണ്ട പ്രവൃത്തികളിലൊക്കെ കാര്യക്ഷമത കുറഞ്ഞു വരികയാണെങ്കിൽ വിദഗ്ധ സഹായം തേടേണ്ടതുണ്ട്. സങ്കടം ഇത്രയേറെ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുമെങ്കിൽ
ഇതിനെ മറികടക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന്, പോഷകാഹാരം നിറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക. നമ്മുടെ ശരീരത്തിന് അപകടം ഉണ്ടാക്കുന്ന ജങ്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു പ്രേരണ നമ്മുടെ സങ്കടപ്പെട്ടിരിക്കുന്ന ശരീരത്തിൽ നിന്നുണ്ടാവും. രണ്ടാമത്തെ, ലളിതമായിട്ടുള്ള കുറച്ച് വ്യായാമങ്ങൾ ചെയ്യുക. പിന്നെ വിശ്രമിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. നല്ലൊരു ഉറക്കത്തിൻ്റെ ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. നമ്മളെ മൈൻഡിനെ കാം ചെയ്യാൻ വേണ്ടി ജേർണലിംഗ് ഒക്കെ ചെയ്യാം. തീർച്ചയായിട്ടും സങ്കടം എന്നുള്ളത് എന്തോ ഒരു നഷ്ടത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതികരണമാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, ഇത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ബാധിക്കും എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ഒറ്റക്കല്ല, ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ്. സഹായം തേടേണ്ടത് സഹായം തേടുക. പിന്നെ ഏറ്റവും വലുത് തിരിച്ചറിവുണ്ടാവുക എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഇതുകൊണ്ട് ഉണ്ടാവുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന് ആൾട്ടർനേറ്റീവായിട്ട് ഒരു ഹാപ്പിനെസ്സിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കാൻ സ്വയം തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്യൂർ എന്നുള്ളത്.